ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ഒരു ഡോനട്ട് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണിത്. ചോക്ലേറ്റ് ഡോനട്ട്സിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കണമെന്നില്ല, നമ്മുടെ മക്കൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം അതിഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ ആണ്, മൈദ. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ഒരു 75 ഗ്രാം പൗഡർഡ് ഷുഗർ, പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഓക്കെ, ഇത് രണ്ട് സൈഡിലായിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് ഒരു മുട്ട, അതോടൊപ്പം ഒരു 60-70 ഗ്രാം ബട്ടർ, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കുക. ഈ ബട്ടർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മെൽട്ടാക്കിയിട്ടും ഇടാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതിനെ നല്ല മൃദുവായിട്ടുള്ള ഒരു മാവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു ശകലം പാല് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 50-60 ml പാല് വേണ്ടി വരും. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ അതിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാക്കി കുഴച്ചെടുക്കുക. നമ്മളിത് എത്രത്തോളം നീഡ് ചെയ്യുന്നോ, എത്രത്തോളം നമ്മളത് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ മാവ് സോഫ്റ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഡോനട്ട്സും ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം. ഒരു പരന്നൊരു സ്പേസിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരു 10-15 മിനിറ്റോളം ഇത് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതൊരു പാത്രത്തിലാക്കിയിട്ട് കവർ ചെയ്ത് വെക്കുക. എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്ത് വെക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഫിലിം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലിട്ടിട്ട് ഒരു 2 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഒരു 2-2.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ എടുത്ത മാവിൻ്റെ ഡബിൾ സൈസിൽ അത് ഫെർമെൻ്റ് ആയിട്ട് വരും. അതായത് പോലെ പൊങ്ങി വരും. ഇപ്പോൾ ഇനി നമുക്കിതിനെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു നമ്മൾ എവിടെ വെച്ചിട്ടാണ് പരത്താൻ പോകുന്നത് അവിടത്തേക്ക് ഇത്തിരി ശകലം മാവ് സ്പ്രിങ്കിൾ ചെയ്തിട്ട്, മൈദ സ്പ്രിങ്കിൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചപ്പാത്തിക്കോൽ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. ഒരേ ഘനത്തിൽ റോൾ ചെയ്തെടുക്കുക. ഏകദേശം ഒരു 1/2 ഇഞ്ച് ഘനത്തിലുള്ള ഇതാക്കിയിട്ട് വേണം നമ്മളിത് റോൾ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡോനട്ട്സിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ ഓക്കെ, ഡോനട്ട്സ് കട്ടർ ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഇതുപോലെ ഒരു വേറെ ഏതെങ്കിലും മോൾഡാണെങ്കിലും മതി, അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പ്, ഒന്നുമില്ലെങ്കിൽ ഇനി ഒരു സ്റ്റീൽ ഗ്ലാസ് ആയാലും മതി. അത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഡോനറ്റ്സിൻ്റെ നടുവിലത്തെ ആ പോർഷൻ റിമൂവ് ചെയ്യാനായിട്ട് ഈ വാനില എസൻസ് ഒക്കെ വരുന്ന കുപ്പിയില്ലേ, അതിൻ്റെ അടപ്പായാലും മതി. അത് വെച്ചിട്ട് അതിൻ്റെ നടുവിലത്തെ പോർഷൻ എടുത്ത് കളയുക. എന്നിട്ട് ഓരോന്നായിട്ട് ഇതിൽ നിന്ന് അടർത്തി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒരു 5-10 മിനിറ്റോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതായത് കാണിച്ചിരിക്കുന്നത് പോലെ അതിലത്തെ നടുവിലത്തെ പോർഷനൊക്കെ ഈസി ആയിട്ട് ഇളകി വരും. ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ വാനില എസൻസിൻ്റെ ആ ചെറിയ ബോട്ടിലില്ലേ, അതിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നാക്കി എടുത്തിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് നിർബന്ധമില്ല, ഇഫ് യു ഹാവ് ടൈം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഓക്കെ, ഇത് 10 മിനിറ്റ് ശേഷമുള്ളതാണത്. ഇത് എണ്ണയിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുക. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ, ഒരിക്കലും മീഡിയം ഫ്ലെയിമിൽ പോലും വെക്കരുത് നമ്മൾ. ഓക്കെ, ഇങ്ങനെ നന്നായിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ, ഇതൊക്കെ ഉണ്ടോ, ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം വെന്ത് കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആ എക്സ്ട്രാ ഓയിലൊക്കെ ഡ്രൈ ചെയ്ത് കളയുക. ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കിച്ചൺ ടവലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ആ എക്സ്ട്രാ ഓയിലൊന്ന് ഒപ്പിയെടുക്കുക. ഇനി അതിൻ്റെ ടോപ്പിങ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2-2.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കുക. 1.5 ടേബിൾ സ്പൂണോളം പൗഡർഡ് ഷുഗറും കൂടെ എടുത്തിട്ട് പാൽ ഉപയോഗിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് എടുക്കുക. ലംസ് ഒന്നും ഉണ്ടാവരുത്, കട്ടയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടൊരു പേസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡോനറ്റ്സിൻ്റെ ഒരു സൈഡ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുക, ഇതുപോലെ.
ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിംഗ്സ് ഇടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണുള്ളത്, സ്റ്റാർ ഡസ്റ്റ് ഉണ്ട്, പിന്നെ സ്റ്റാർ ഷേപ്പിലുള്ള കുറേ ടോപ്പിംഗ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് ഇത് അതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡോനറ്റ്സ് റെഡിയായി. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.